ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് ഹെലിക്കൽ ഗിയേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ്. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇതാണ്: ഡിസൈൻ എ പെയർ ഓഫ് ഹെലിക്കൽ ഗിയേഴ്സ് ടു ട്രാൻസ്മിറ്റ് 20 കിലോവാട്ട് അറ്റ് 1000 rpm of pinion. The velocity ratio is 4:1. Pinion has 24 teeth and is made of 0.4% carbon steel untreated, and the gear is made of cast steel. The teeth are 14.5 degree involute form in normal plane and helix angle is 25 degree. ഇതിൽ നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട എത്രയാണ് തന്നിട്ടുണ്ട്, പിനിയന്റെ RPM തന്നിട്ടുണ്ട്, വെലോസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട്, പിനിയന്റെ അകത്തുള്ള നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടുണ്ട്, പിന്നെ പിനിയനും ഗിയറും എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടുള്ളതാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് ഹെലിക്സ് ആംഗിളും പ്രഷർ ആംഗിളുമാണ്. സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാ ബുക്ക് എന്ന് പറയുന്നത് കെ മഹാദേവനും കെ ബാലവീർ റെഡ്ഡിയും ചേർന്ന് എഴുതിയിട്ടുള്ള ഡിസൈൻ ഡാറ്റ ഹാൻഡ് ബുക്ക് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് 4th എഡിഷൻ. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കേരളത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റാ ബുക്ക്. സോ ദ ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് പവർ P ഈക്വൽ ടു 20 കിലോവാട്ട്, N1 ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ദ പിനിയൻ 1000 rpm ആണ്. N എന്ന് പറയുന്ന ക്യാപിറ്റൽ N RPM-നെ സ്പീഡ് ഇൻ RPM-നെ ഡിനോട്ട് ചെയ്യുന്നു. 1 ഡിനോട്ട് ചെയ്യുന്നത് സഫിക്സ് 1 ഡിനോട്ട് ചെയ്യുന്നത് പിനിയൻ ആണെന്നുള്ളതാണ്. സഫിക്സ് 2 മീൻസ് ഗിയർ. സഫിക്സ് 2 ആണെങ്കിൽ ഗിയർ, സഫിക്സ് 1 ആണെങ്കിൽ അത് പിനിയൻ. I വെലോസിറ്റി റേഷ്യോ 4 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഐയെ വേറെ പല രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും വെലോസിറ്റി റേഷ്യോ. അതാണ് N1/N2, D2/D1, Z2/Z1. N എന്ന് പറയുന്നത് സ്പീഡാണ്, D എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ്, Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ആണ്. വെലോസിറ്റി റേഷ്യോയും സ്പീഡ് ഇൻ RPM-ഉം തമ്മിലുള്ള റേഷ്യോസ്, അതായത് N1/N2, ആ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് N2-ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. N1-ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഉണ്ട്. Therefore N2 equal to N1/I. അത് 250 rpm, 250 rpm വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ തന്നിട്ടുണ്ട്, Z1 തന്നിട്ടുണ്ട് 24 ടീത്ത്. വെലോസിറ്റി റേഷ്യോയുടെ റിലേഷൻ വെച്ചിട്ട് Z2 ഈക്വൽ ടു I ഇൻറ്റു Z1 ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഗിയർ വിൽ ബി ഈക്വൽ ടു 96. ഇനി ആൽഫ എന്ന് പറയുന്നത് 14.5 ഡിഗ്രി ആണ്, ബീറ്റ 25 ഡിഗ്രി ആണ്. അതിൽ ആൽഫ പ്രഷർ ആംഗിളും ബീറ്റ ഹെലിക്സ് ആംഗിളും. നമുക്ക് തന്നിരിക്കുന്ന മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ്, രണ്ട് മെറ്റീരിയൽസ് നമുക്ക് തന്നിട്ടുണ്ട്. പിനിയന്റെയും ഗിയറിന്റെയും മെറ്റീരിയൽസ് സെപ്പറേറ്റ് ആണ്, അത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് നമ്മൾ എടുക്കുന്നത് ടേബിൾ 12.22 പേജ് നമ്പർ 241 നിന്നാണ്. പേജ് നമ്പർ 241 ടേബിൾ 12.22 നിന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ എടുക്കാനുള്ള കാരണം, വേറൊരു ടേബിളിലും ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടെ കൺസിഡർ ചെയ്യണം. ഇത് ഓൾറെഡി ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് പിനിയന്റെ മെറ്റീരിയൽ തന്നിരിക്കുന്നത് 0.4% കാർബൺ സ്റ്റീൽ അൺട്രീറ്റഡ് ആണ്. അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് E1 തന്നിട്ടുണ്ട് 275 MN/m². അലവബിൾ സ്റ്റാറ്റിക് സ്ട്രെസ് തന്നിട്ടുണ്ട് സിഗ്മ D1 70 MN/m². ഇതിൽ ശരിക്കും നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ആവശ്യമില്ല, പക്ഷെ ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ഡാറ്റ നമ്മൾ അത് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗിയറിന്റെ മെറ്റീരിയൽ തന്നിരിക്കുന്നത് കാസ്റ്റ് സ്റ്റീൽ ആണ്. അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ എടുക്കുന്നു E2 ഈക്വൽ ടു 240 MN/m². അലവബിൾ സ്റ്റാറ്റിക് സ്ട്രെസ് സിഗ്മ D2 50 MN/m². ഈ ലെവിസ് ഫോം ഫാക്ടർ നമുക്ക് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെലിക്കൽ ഗിയേഴ്സിന്റെ കേസിൽ വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 12.22a ആണ്. പേജ് നമ്പർ 211 ഇതുള്ളത്. പിനിയന്റെ കേസിൽ Z1V, that is virtual number of teeth for pinion, is Z1 divided by cos cube beta. Z1 എന്ന് പറയുന്നത് 24 ആണ്, ബീറ്റ 25 ആണ്. അതുകൊണ്ട് Z1V എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത് 32.24 ആണ്. ഇനി ഗിയറിന്റെ വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ
Z2V equal to Z2 divided by cos cube beta. നമുക്ക് കിട്ടുന്നത് 128.96. ഇനി നമ്മൾ ലെവിസ് ഫോം ഫാക്ടർ കണ്ടുപിടിക്കണം. ലെവിസ് ഫോം ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 12.5C ആണ്, പേജ് നമ്പർ 204. അതില് ഈ 14.5 ഡിഗ്രി സിസ്റ്റത്തിന്റെ അകത്തെ ലെവിസ് ഫോം ഫാക്ടറിന്റെ ഇക്വേഷൻ y എന്ന് പറയുന്നത് 0.124 മൈനസ് 0.684 ഡിവൈഡഡ് ബൈ z ആണ്. അപ്പൊ z എന്ന് പറയുന്നത് ഈ കേസിൽ നമുക്ക് കിട്ടേണ്ടത് വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് ആണ്. സോ y1 പിനിയന്റെ കേസിലുള്ള ലെവിസ് ഫോം ഫാക്ടർ y1 എന്ന് പറയുന്നത് 0.124 മൈനസ് 0.684 ഡിവൈഡഡ് ബൈ z1b. z1b നമുക്ക് കിട്ടിയിരിക്കുന്നത് 32.24 ആണ്. അതുകൊണ്ട് y1ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.1028 ആണ്. ഇയറിന്റെ കേസിൽ y2 കിട്ടുന്നത് 0.124 മൈനസ് 0.684 ഡിവൈഡഡ് ബൈ z2v ആണ്. z2v 128.96 ആണ്. അതുകൊണ്ട് നമുക്ക് y2ന്റെ വാല്യൂ കിട്ടുന്നത് 0.1187. ഇനി പിനിയന്റെയും ഗിയറിന്റെയും മെറ്റീരിയൽ രണ്ടും ഡിഫറന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് വീക്കർ മെമ്പർ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. വീക്കർ മെമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സിഗ്മ ഡി ഇൻറ്റു വൈ എന്ന് പറയുന്ന ഒരു ടേം ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം ബീം സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിനിയന്റെ ഗിയറിന്റെയും കേസിൽ ഈ ഒരു ടേം ഒഴിച്ചിട്ട്, അതായത് സിഗ്മ ഡി ഇൻറ്റു വൈ എന്ന് പറയുന്ന ഒരു ടേം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഫാക്ടേഴ്സും സെയിം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സിഗ്മ ഡി ഇൻറ്റു വൈ മാത്രം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ ഡി ഇൻറ്റു വൈ ഫോർ പിനിയൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് സിഗ്മ ഡി വൺ ഇൻറ്റു വൈ വൺ. സിഗ്മ ഡി വണ് 70 ആണ്, വൈ വണ് 0.1028 ആണ്. സോ സിഗ്മ ഡി ഇൻറ്റു വൈ ഫോർ പിനിയൻ നമുക്ക് കിട്ടുന്നത് 7.196 ആണ്. ഇനി സിഗ്മ ഡി ഇൻറ്റു വൈ ഫോർ ഗിയർ, അതായത് സിഗ്മ ഡി ടു ഇൻറ്റു വൈ ടു നമുക്ക് കിട്ടുന്നത് 5.935 ആണ്. അപ്പോൾ ഈ സിഗ്മ ഡി ഇൻറ്റു വൈ വാല്യൂ കുറവ് വരുന്നത് ഏതാണോ അതാണ് നമ്മുടെ വീക്കർ എലമെന്റ്. ഈ കേസിൽ ഗിയറിനാണ് നമുക്ക് സിഗ്മ ഡി ഇൻറ്റു വൈ ടൈം ലോവർ വാല്യൂ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഗിയർ ആണ് നമ്മുടെ വീക്കർ എലമെന്റ്. ഇനിയുള്ള നമ്മുടെ ഡിസൈൻസ് എല്ലാം ഗിയറിന് വേണ്ടിയിട്ടാണ്. ഗിയറിന്റെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിൽ കുറെ പാരാമീറ്റേഴ്സ് പിന്നീടും സെയിം തന്നെ ആയിരിക്കും. ഡിഫറൻസ് വരുന്നത് മാത്രം നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചാൽ. നെക്സ്റ്റ് നമ്മൾ മോഡ്യൂൾ കണ്ടുപിടിക്കാൻ പോവാണ്. നോർമൽ മോഡ്യൂളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ നോർമൽ മോഡ്യൂൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും രണ്ട് ഡിഫറെന്റ് വേസ് ഉണ്ട്. രണ്ട് ഡിഫറെന്റ് വേസ് എന്ന് പറയുന്നത് ഒന്നൊരു ഈസി വേ ആണ്, അതൊരു ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേ ആണ്. പക്ഷെ ഈ രണ്ട് വേസിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പൊ ഈസി വേ ആകുമ്പോൾ ഒബ്വിയസ്ലി അത് ഈസി ആയിരിക്കണം, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്. അത് ആ ഒരു വേയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു കുഴപ്പം. ഇനി ഹാർഡ് വേ എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ് ചെയ്യാൻ. നോർമൽ മോഡ്യൂൾ കണ്ടുപിടിക്കുന്നവരെ ഇത്തിരി ഹാർഡാണ്. പക്ഷെ അതിനുശേഷം അതിന് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് തമ്മിലുള്ള അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, അതായത് പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് മെത്തേഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വാല്യൂസ് ചെക്ക് ചെയ്യാം, വാല്യൂസ് ആക്ച്വലി കമ്പയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് നോക്കാം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യം നമ്മൾ ഈസി വേ ആണ് നോക്കുന്നത്. അപ്പൊ ഈസി വേ കണ്ടുപിടിക്കുമ്പോൾ ഈ നോർമൽ മോഡ്യൂൾ ഡയറക്ട്ലി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മുടെ ഡാറ്റാ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇക്വേഷൻ 12.24b, പേജ് 214. നോർമൽ മോഡ്യൂൾ mn ഈക്വൽ ടു 2 times mt cw cos beta divided by sigma d cv k y z the whole raised to 1/3. ഇതിനകത്ത് mt എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ടോർക്ക് ആണ്. അത് നമുക്ക് 60p divided by 2πn എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 60 into 20 into 10 cube divided by 2π into n2 ആണ് ഈ കേസിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഗിയർ ആണ് ഡിസൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഗിയറിന്റെ സ്പീഡാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എം ടിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 764.33 ന്യൂട്ടൺ മീറ്റർ. നമ്മളിനി മോഡ്യൂൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മില്ലിമീറ്റേഴ്സിലാണ്. അതുകൊണ്ട് മീറ്റർ ടേംസിനെല്ലാം നമ്മൾ മില്ലിമീറ്ററിന്റെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത് 764.33 into 10⁻³ ന്യൂട്ടൺ മില്ലിമീറ്റർ ആയി.
ഇനി ഇതിൻ്റെ അകത്തെ CW എന്ന് പറയുന്നത് ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാക്ടറാണ്, വിയർ ഫാക്ടറാണ്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്കാൻ ലൂബ്രിക്കേഷൻ അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ CW എന്ന് പറയുന്ന 1.25 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കണം. ഈ വാല്യൂ നമുക്ക് കിട്ടുന്നത് ടേബിൾ 12.21 നിന്നാണ്. അത് പേജ് നമ്പർ 241 ഇനി സ്റ്റാറ്റിക് സ്ട്രെസ് സിഗ്മ ഡി എന്ന് പറയുന്ന സിഗ്മ D2 ആണ്. അത് 50 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 50 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഇനി നമ്മളൊരു പിച്ച് ലൈൻ വെലോസിറ്റി അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ കേസിൽ. അപ്പോൾ ആ പിച്ച് ലൈൻ വെലോസിറ്റി നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് നമ്മൾ അസ്യൂം ചെയ്യും. 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, അതിലൊരു ലോവർ വാല്യൂ എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഈ 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് നമ്മുടെ പിച്ച് ലൈൻ വെലോസിറ്റി എങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷൻ, അതായത് വെലോസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 12.25A ആണ് ഇക്വേഷൻ. അത് പേജ് നമ്പർ 248 സോ CV എന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 4.58 ഡിവൈഡഡ് ബൈ 4.58 പ്ലസ് V ആണ്. V കേസിൽ 5 ആണ്, അതുകൊണ്ട് CV എന്ന് പറയുന്നത് 0.4781 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക്. ഇനി ഈ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്ന K എന്ന് പറയുന്ന വാല്യൂ അത് ടൂത്തിന്റെ വിഡ്ത്തിന്റെ നോർമൽ മോഡ്യൂളിന്റെ റേഷ്യോ ആണ്, അതായത് B/M എന്ന് പറയുന്ന റേഷ്യോ ആണ്. അത് നമ്മൾ 15 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഇത് അസ്യൂം ചെയ്യുന്നത് ഇക്വേഷൻ 12.23F പേജ് നമ്പർ 213 കൊടുത്തിട്ടുണ്ട്. ആ ഒരു റിലേഷന്റെ ഒരു മിഡ് റേഞ്ച് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് B/M എന്ന് പറയുന്നത് 15 ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി ക്യാപിറ്റൽ Y എന്ന് പറയുന്നത് പൈ ഇൻറ്റു സ്മോൾ y ആണ്. ഈ കേസിൽ സ്മോൾ y എന്ന് പറയുന്നത് നമ്മുടെ Y2 ആണ്, ഗിയറിന്റെ ലെവിസ് ഫോം ഫാക്ടർ ആണ് എടുക്കേണ്ടത്. സോ പൈ ഇൻറ്റു Y2 ആണ്. സോ ക്യാപിറ്റൽ Y എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.3727 ആണ്. Z എന്ന് പറയുന്നത് Z2 ആണ്, അത് 96 ആണ്. ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ഇക്വേഷൻ MNന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ MNന് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 5.13. പക്ഷേ ഈ 5.13 എന്ന് പറയുന്ന വാല്യൂ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് മോഡ്യൂൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുന്നത് ടേബിൾ 12.2 പേജ് നമ്പർ 229 ടേബിൾ 12.2 നിന്ന് നമുക്കൊരു സ്റ്റാൻഡേർഡ് മോഡ്യൂൾ സെലക്ട് ചെയ്യാം. അപ്പോൾ 5.3ക്ക് ജസ്റ്റ് എബവ് ഉള്ള സ്റ്റാൻഡേർഡ് മോഡ്യൂളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ കേസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മോഡ്യൂൾ 6 മില്ലിമീറ്റർ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഈസി വേയിൽ നോർമൽ മോഡ്യൂൾ കണ്ടുപിടിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അതായത് ഈ 6 മോഡ്യൂൾ അല്ലെങ്കിൽ 6 മില്ലിമീറ്റർ ആണ് നമ്മുടെ സെലക്ടഡ് മോഡ്യൂൾ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ 6 മില്ലിമീറ്റർ സഫീഷ്യന്റ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ അടുത്ത് മാർഗമൊന്നുമില്ല. അത് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പറയുന്ന ഡൈനാമിക് സ്ട്രെങ്തോ വിയർ സ്ട്രെങ്തോ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ 6 മില്ലിമീറ്റർ എന്ന് പറയുന്ന വാല്യൂ സഫീഷ്യന്റ് ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത മെത്തേഡ്, നോർമൽ മോഡ്യൂൾ കണ്ടുപിടിക്കാനുള്ള അടുത്ത മെത്തേഡ് നമ്മൾ പറഞ്ഞ ഹാർഡ് വേ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഹാർഡ് വേയില് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ടാൻജൻഷ്യൽ ടൂത്ത് ലോഡാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 12.7A യൂസ് ചെയ്യാം. അത് പേജ് നമ്പർ 205 തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് FT = 1000 PCS ഡിവൈഡഡ് ബൈ V ആണ്. ഇതിൻ്റെ അത് P എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിറ്റഡ് ഇൻ കിലോ വാട്ട്സ് ആണ്. അത് 20 കിലോ വാട്ട്സ് ആണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ പവർ 20 കിലോ വാട്ട്സ് ആണ്. സർവീസ് ഫാക്ടർ ആണ് CS. അത് നമ്മൾ 1.5 എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇത് അസ്യൂം ചെയ്യുന്നത് മീഡിയം ഷോക്ക് ആണ് ഉണ്ടാവുന്നതെന്നും 10 hours പെർ ഡേ വർക്കിംഗ് ആണ് ഉള്ളതെന്നുള്ള അസംഷനിലാണ്. ഈ വാല്യൂ നമുക്ക് കിട്ടുന്നത് ടേബിൾ 12.8 പേജ് നമ്പർ 235. അതിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന സർവീസ് ഫാക്ടർ. P എന്ന് പറയുന്നത് പിച്ച് ലൈൻ വെലോസിറ്റി ആണ്. പിച്ച് ലൈൻ വെലോസിറ്റി V = π d2 n2 / 60 ആണ്.
ഇതിൽ D2 എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ഗിയർ ആണ്. പക്ഷെ അതിലത്തെ പിച്ച് സർക്കിൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമൽ മോഡ്യൂൾ അറിയില്ല. സോ D2 എന്ന് പറയുന്നത് Z2 Mn ഡിവൈഡഡ് ബൈ കോസ് ആണ്. അതിൽ Mn-ന്റെ വാല്യൂ നമുക്കറിയില്ല. സോ D2 എന്ന് പറയുന്നത് 105.92 Mn മില്ലിമീറ്റർ നമ്മൾ ഇടുകയാണ്. D2 ഇൻ ടേംസ് ഓഫ് Mn ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സ്പീഡ് ഓഫ് ദ ഗിയർ N2 എന്ന് പറയുന്നത് 250 ആണ്. ഇതിൻ്റെ അകത്ത് ഈ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FT നമുക്ക് കിട്ടുന്നത് 21,648.4 ഡിവൈഡഡ് ബൈ Mn ആണ്. ഇനി ലെവിസ് ഇക്വേഷൻ ഫോർ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് ഉണ്ട്. അത് ആക്ച്വലി ഇത് ബീം സ്ട്രെങ്തിന്റെ ഇക്വേഷൻ കൂടെയാണ്. ലെവിസ് ഇക്വേഷൻ ഫോർ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് എന്ന് പറയുന്നത് ബീം സ്ട്രെങ്തിന്റെ ഇക്വേഷൻ കൂടെയാണ്. ഇക്വേഷൻ 12.24a ആണ്, പേജ് നമ്പർ 214. ഇക്വേഷൻ ഇതാണ്. FT equal to sigma D CV B Y M N divided by CW. ഇതിൻ്റെ അകത്ത് സിഗ്മ ഡി എന്ന് പറയുന്നത് സിഗ്മ D2 ആണ്. അത് 50 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 50 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഗിയർ ടൂത്ത് ആണ്. അത് 15 Mn ആണ്, അല്ലെങ്കിൽ ഫേസ് വിഡ്ത്ത് എന്ന് പറയും. ഫേസ് വിഡ്ത്ത് ഓഫ് ഗിയർ ടൂത്ത് ആണ്. അത് 15 Mn ആണ്. നമ്മൾ പ്രീവിയസ് കേസിൽ അസ്യൂം ചെയ്ത സെയിം വാല്യൂ തന്നെ ഇവിടെ അസ്യൂം ചെയ്യുക. സോ അത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 12.23F നിന്നാണ്, പേജ് നമ്പർ 213. ക്യാപിറ്റൽ Y എന്ന് പറയുന്നത് സ്മോൾ y ഇൻറ്റു പൈ ആണ്. ഇവിടെ സ്മോൾ y എന്ന് പറയുന്നത് Y2 ആയിരിക്കണം. സോ ക്യാപിറ്റൽ Y എന്ന് പറയുന്നത് 0.3727 ആണ്. ഇനി CW-ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് 1.25 എന്ന് എടുക്കുന്നു. ഇത് നമ്മൾ സ്കാൻ ലൂബ്രിക്കേഷൻ അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇതെടുക്കുന്നത്. ടേബിൾ 12.21 നിന്നാണ്, പേജ് നമ്പർ 241. ഈ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ CV-യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കാരണം CV-ക്ക് അകത്ത് ഒരു പിച്ച് ലൈൻ വെലോസിറ്റി V-യുടെ ടൈം ഉണ്ട്. ആ V-യുടെ വാല്യൂ നമുക്ക് അറിയില്ല, Mn അറിയത്തില്ല. Mn-ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. സോ ആ വാല്യൂസ് എല്ലാം മാറ്റി നിർത്തിക്കാണ്. അതായത് CV-യും Mn-ഉം മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FT ഇൻ ടേംസ് ഓഫ് CV ആൻഡ് Mn നമുക്ക് കിട്ടും. അതായത് ഈ കേസിൽ നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് FT ഈക്വൽ ടു 223.62 CVMn സ്ക്വയർഡ് എന്നാണ്. ഇനി നമ്മൾ ആ രണ്ട് വാല്യൂസും കൂടെ ഇക്വേറ്റ് ചെയ്യണം. ടാൻജൻഷ്യൽ ടൂത്ത് ലോഡിന്റെ അല്ലെങ്കിൽ ബീം സ്ട്രെങ്തിന്റെ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡും ഈക്വൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. സോ FT ഷുഡ് ബി ഈക്വൽ ടു 21,648.4 divided by Mn. That should be equal to 223.62 CVMn squared. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് CV ഇൻറ്റു Mn ക്യൂബ് എന്ന് പറയുന്ന ടൈം നമുക്ക് കണ്ടുപിടിക്കാം. അത് 96.81 നമുക്ക്. ഈ 96.81 എന്ന് പറയുന്ന വാല്യൂനെ നമ്മൾ RHS ആയിട്ടും CV ഇൻറ്റു Mn ക്യൂബ് എന്ന് പറയുന്ന ടൈമിനെ നമ്മൾ LHS എന്നും കൺസിഡർ ചെയ്യും. ഇനി നമ്മളൊരു ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടാണ് Mn-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. കാരണം CV ഡിപ്പെൻഡ് ചെയ്യുന്നത് Mn-നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർ ഡിപ്പെൻഡൻസി ഉണ്ട് CV-ക്കും Mn-നും. അതുകൊണ്ട് നമ്മൾ CV ഇൻറ്റു Mn ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ ഓരോ സ്പെസിഫിക് വാല്യൂ ഓഫ് Mn-നും കണ്ടുപിടിക്കുന്നു. അതായത് നോർമൽ മോഡ്യൂളിന്റെ ഓരോ സ്പെസിഫിക് വാല്യൂവിനും നമ്മൾ ഈ CV ഇൻറ്റു Mn ക്യൂബ് എന്ന് പറയുന്ന ടൈം കണ്ടുപിടിക്കുന്നു. അത് RHS ആയിട്ട് കമ്പയർ ചെയ്യാം. CV ഇൻറ്റു Mn ക്യൂബ് ഈ RHS-നേക്കാളും ഗ്രേറ്റർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോഡ്യൂൾ അക്സെപ്റ്റ് ചെയ്യാം. അതിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെസ്സർ വാല്യൂ ആണ് നമുക്ക് CV ഇൻറ്റു Mn ക്യൂബിന് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനെ റിജക്ട് ചെയ്തേ പറ്റുള്ളൂ. അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് സഫീഷ്യൻ്റ് ആയിരിക്കില്ല. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിച്ച് ലൈൻ വെലോസിറ്റി എത്രയാണ്? പിച്ച് ലൈൻ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് Mn V ഈക്വൽ ടു 5d2 n2 / 60. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1.386 Mn. ഇനി ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയർ ടു ഒബ്റ്റെയിൻ Mn. ഫസ്റ്റ് ട്രയലിൻ്റെ അകത്ത് Mn നമുക്ക് അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 2 ടൈംസ് RHS ആണ്. സോ ഇവിടെ RHS എന്ന് പറയുന്നത് 96.81 ആണ്. അതുകൊണ്ട് ഈ റിലേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന Mn എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 5.78 ആണ്.
അപ്പോൾ ഈ 5.78 എന്ന് പറയുന്ന വാല്യൂവിനെ നെക്സ്റ്റ് ഹയർ മോഡ്യൂളായിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് മോഡ്യൂളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 6 മില്ലിമീറ്റർ തന്നെ ആയിട്ട്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈസി വേയിൽ കണ്ടുപിടിച്ചിരിക്കുന്ന സെയിം വാല്യൂ തന്നെയാണ്. ഇനി ഇതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ട്രയൽ 1 നമ്മൾ മോഡ്യൂൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് പിച്ച് ലൈൻ വെലോസിറ്റി എത്രയാണെന്ന് നോക്കാം. V = 1.386 mn എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിച്ച് ലൈൻ വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് 8.316 meters per second. നൗ വെലോസിറ്റി ഫാക്ടർ CV കണ്ടുപിടിക്കണം. ഈ വെലോസിറ്റി മോർ ദാൻ 5 meters per second ആയതുകൊണ്ട് CVയുടെ ഇക്വേഷൻ 12.25B പേജ് നമ്പർ 214 ആയിരിക്കും. അപ്പോൾ CV എന്ന് പറയുന്നത് 6.1 / 6.1 + V. ഇവിടെ V എന്ന് പറയുന്നത് 8.316 ആണ്. അതുകൊണ്ട് CV എന്ന് പറയുന്നത് 0.4231 ആയിരിക്കും. ഇനി LHS എത്രയാണ് നമുക്ക് നോക്കാം. CV × MN³ ആണ്. CV 0.4231 ആണ്. MN എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ CV × MN³ നമുക്ക് കിട്ടുന്നത് 91.39 ആണ്. അത് നമ്മുടെ RHSന്റെക്കാളും ചെറിയ വാല്യൂയാണ്. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മില്ലിമീറ്റർ എന്ന് പറയുന്ന മോഡ്യൂള് ഈ കേസിൽ സഫീഷ്യന്റ് ആണ്. ഇതാണ് ഈസി വേയും ഹാർഡ് വേയും തമ്മിലുള്ള ഡിഫറൻസ്. ഈസി വേയിൽ നമുക്ക് മോഡ്യൂൾ ഈസി ആയിട്ട് കിട്ടും. പക്ഷെ ആ മോഡ്യൂള് സഫീഷ്യന്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ സ്റ്റെപ്സ് വരെ എത്തണം. പക്ഷെ ഹാർഡ് വേയിലോ നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിഷ്യലി തന്നെ അറിയാൻ പറ്റും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മോഡ്യൂള് സഫീഷ്യന്റ് ആണോ അല്ലയോ എന്ന്. അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് ഒരു ചെറിയ വേയിലുള്ള ഒരു ചെക്കിങ് എങ്കിലും ഇവിടെ നമുക്ക് നടക്കുന്നുണ്ട്. അതാണ് ഹാർഡ് വേയുടെ അഡ്വാൻറ്റേജ്. അപ്പോൾ 6 മില്ലിമീറ്റർ സ്യൂട്ടബിൾ അല്ലാന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈസി വേയിൽ നമ്മൾക്ക് കിട്ടിയിരുന്ന 6 മില്ലിമീറ്റർ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ അത് പോരാ എന്ന് നമുക്ക് അവസാനമേ മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾ അടുത്ത ട്രയൽ നോക്കുമ്പോൾ ഇതിനേക്കാളും 6 മില്ലിമീറ്റർ പോരാ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിനേക്കാളും കുറച്ചുകൂടി കൂടിയ ഒരു വാല്യൂ നമ്മൾ എടുക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡ്യൂൾ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ, അതായത് 8 മില്ലിമീറ്റർ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ പിച്ച് ലൈൻ വെലോസിറ്റി V എന്ന് പറയുന്നത് 1.386 × 8 ആണ്. അത് നമുക്ക് കിട്ടുന്നത് 11.09 meters per second. ഇവിടെ വെലോസിറ്റി 10 meter/second കൂടുതലായതുകൊണ്ട് വെലോസിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ 12.25C ആയിരിക്കും. പേജ് നമ്പർ 214 തന്നെ ഉള്ളത്. CV നമുക്ക് കിട്ടുന്നത് 0.579 ആണ്. LHS CV × MN³ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 296.4 ആണ്. സോ അത് 96.81 ലാർജർ വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന 8 മില്ലിമീറ്റർ കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് മോഡ്യൂള് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന മോഡ്യൂൾ അതുകൊണ്ട് 8 മില്ലിമീറ്റർ ആണ്. ഇനി സ്റ്റെപ്പ് 3 നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന നോർമൽ മോഡ്യൂൾ MN ആണ്. അത് 8 മില്ലിമീറ്റർ ആണ്. ഇനി പിച്ച് ഡയമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 12.19E ആണ്. പേജ് നമ്പർ 211. പിനിയന്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുന്നത് Z1 MN/cos β. അത് 211.85 മില്ലിമീറ്റർ കിട്ടും. ഗിയറിൻ്റെത് D2 നമുക്ക് കിട്ടുന്നത് 847.39 മില്ലിമീറ്റർ ആണ്. സെന്റർ ഡിസ്റ്റൻസ്, അതായത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഓഫ് ഗിയർ ആൻഡ് പിനിയൻ A = D1 + D2/2 ആണ്. അത് 529.62 മില്ലിമീറ്റർ. ഫേസ് വിഡ്ത്ത് BA 15 MN എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. MN 8 ആയതുകൊണ്ട് 15 × 8 that is 120 മില്ലിമീറ്റർ. ഇനി നോർമൽ പിച്ച് PN എന്ന് പറയുന്നത് π × MN ആണ്. അത് 25.12 മില്ലിമീറ്റർ ആണ്. ഇനി 14.5 ഡിഗ്രി ഇൻവല്യൂട്ട് സിസ്റ്റത്തിന്റെ അഡൻഡം എന്ന് പറയുന്നത് HA, അത് MN തന്നെയാണ്, അതായത് 8 മില്ലിമീറ്റർ. ഡിഡൻഡം HF എന്ന് പറയുന്നത് 1.157 MN ആണ്, അത് 9.26 മില്ലിമീറ്റർ.
അഡൻഡം ഡയമീറ്റർ പിനിയന്റേത് DA1 എന്ന് പറയുന്നത് D1 + 2HA ആണ്. It is 227.85 millimeter. Gearന്റെ addendum diameter DA2 863.39 millimeter. Dedundant diameter for pinion DF1 equal to D1 minus 2HF, that is 193.33 millimeter. For gear DF2 equal to 128.87 millimeter. ഇനി നമ്മുടെ ഡിസൈൻ സേഫ് ആണോ, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന നമ്മുടെ മോഡ്യൂൾ സേഫ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. ഡൈനാമിക് ലോഡിന്റെയും വിയർ ലോഡിന്റെയും കണ്ടീഷൻസ് യൂസ് ചെയ്ത്. അപ്പോൾ ഡൈനാമിക് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 12.26a ആണ്, പേജ് നമ്പർ 214. FD equal to FT plus K3V into CB cos squared beta plus FT into cos beta divided by K3V plus square root of CB cos squared beta plus FT. ഇതിലെ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് FT എന്ന് പറയുന്നത് 21,648.4 ഡിവൈഡഡ് ബൈ MN ആണ്. അത് നമുക്ക് കിട്ടുന്നത് 2706.05 ന്യൂട്ടൺ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ എടുക്കേണ്ട FT എന്ന് പറയുന്നത് ബീം സ്ട്രെങ്ത് FT അല്ല, അതായത് ലെവിസ് ഫോം ഫാക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന FT അല്ല, പകരം നമ്മുടെ ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്ന FTയുടെ വാല്യൂ. ഇതിൻ്റെ അകത്ത് K3 എന്ന് പറയുന്ന ഫാക്ടറിന്റെ വാല്യൂ 20.67 ആണ്. അത് ആ ഇക്വേഷന്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. K3യുടെ വാല്യൂ എത്രയാണ് എടുക്കേണ്ടതെന്നുള്ളത്. പിച്ച് ലൈൻ വെലോസിറ്റി V എന്ന് പറയുന്നത് ഈ കേസിൽ 11.09 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. ഈ ഡൈനാമിക് ഫാക്ടർ C, ക്യാപിറ്റൽ C, അത് നമുക്ക് ടേബിൾ 12.12 പേജ് നമ്പർ 236 പേജ് നമ്പർ 236 ഉള്ള ടേബിൾ 12.12 നിന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പെർമിസിബിൾ എറർ കണ്ടുപിടിക്കണം. അപ്പോൾ പെർമിസിബിൾ എറർ എന്ന് പറയുന്നത് വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ നമ്മുടെ പിച്ച് ലൈൻ വെലോസിറ്റിക്ക്, നമ്മുടെ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിലുള്ള പിച്ച് ലൈൻ വെലോസിറ്റി 11.09 മീറ്റേഴ്സ് പെർ സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർമിസിബിൾ എറർ കണ്ടുപിടിക്കാൻ ടേബിൾ 12.14 പേജ് നമ്പർ 237 ഉണ്ട്. അത് ഉപയോഗിച്ച് വേണം കണ്ടുപിടിക്കാൻ. പക്ഷെ അതിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് പിച്ച് ലൈൻ വെലോസിറ്റി 10നുള്ള എറർ വന്നിട്ടുണ്ട്, 12നുള്ള എറർ വന്നിട്ടുണ്ട്. പക്ഷെ 11.09 ഉള്ള എറർ നമുക്ക് തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റർപോളേഷൻ യൂസ് ചെയ്യുന്നു. സോ ഇന്റർപോളേഷൻ യൂസ് ചെയ്യുന്നത് എറർ ഈക്വൽ ടു 0.0386. ഇതിൽ 0.0386 എന്ന് പറയുന്നത് പെർമിസിബിൾ എറർ ഫോർ പിച്ച് ലൈൻ വെലോസിറ്റി 10 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്, പ്ലസ് 0.0330. ഈ പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് പെർമിസിബിൾ എറർ ഫോർ പിച്ച് ലൈൻ വെലോസിറ്റി ഈക്വൽ ടു 12 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. സോ 0.0330 minus 0.0386 divided by 12 minus 10 multiplied by 11.09 minus 10, that is 0.036. അപ്പോൾ എറർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.036 എന്ന് പറയുന്ന ഒരു വാല്യൂ. ഇനി ടേബിള് 12.12 നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എററിന്റെ വാല്യൂസ് ഉള്ളത് 0.04ഉം 0.03ഉം ഉണ്ട്. 0.036 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല. അഗെയിൻ നമുക്ക് ഇന്റർപോളേഷൻ യൂസ് ചെയ്യാം. ക്യാപിറ്റൽ C കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്റർപോളേഷൻ യൂസ് ചെയ്യാം. ആ ഇന്റർപോളേഷൻ യൂസ് ചെയ്യുമ്പോൾ 330.9 എന്ന് പറയുന്ന വാല്യൂ കറസ്പോണ്ടിങ് ടു എറർ 0.03 ആണ്. 441.3 എന്ന് പറയുന്ന വാല്യൂ കറസ്പോണ്ടിങ് ടു എറർ 0.04 ആണ്. അപ്പോൾ പ്രീവിയസ് കേസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എറർ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഇന്റർപോളേഷൻ പ്രൊസീജിയർ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 397.1 ആണ്. ഇനി വിഡ്ത്ത് ഓഫ് ദ ടൂത്ത് ലോഡ് B 120 മില്ലിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹെലിക്സ് ആംഗിൾ ബീറ്റ 25 ഡിഗ്രി ആണ് നമുക്കറിയാം. ഈ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് ലോഡ് FD എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്
22,739.03 ന്യൂട്ടൺ ആണ്. ഇനി നമ്മൾ വിയർ ലോഡ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ വിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നു. അതിന്റെ ഇക്വേഷൻ 12.26 സി ആണ്. പേജ് നമ്പർ 214. FW equal to D1 BQ K divided by cos squared theta. D1 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ പിനിയൻ ആണ്. ഗിയറിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിലും വിയർ സ്ട്രെങ്ത് ലോവർ പിനിയന് വേണ്ടിയിട്ട് ആയിരിക്കും. ഇതിൻ്റെ അകത്തെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയാൽ അറിയാം. ബിയും ക്യൂവും കെയും ബീറ്റയും ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ D1 കൂടുന്നതിനനുസരിച്ചിട്ട് FW കൂടും. അപ്പൊ FW എവിടെയാണോ കുറവ് അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിനിയനാണ് D1 കുറവ്, അതുകൊണ്ട് തന്നെ FW കുറവ് D1 പിനിയന് തന്നെ ആയിരിക്കും. Diameter of the pinion D1 is equal to 211.85 millimeter. Face width B equal to 120 millimeter. Ratio factor Q എന്ന് പറയുന്നത് 2Z2 divided by Z2 plus Z1 ആണ്. അത് നമുക്ക് കിട്ടുന്ന 1.6 ആണ്. സോ FW എന്ന് പറയുന്ന K എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ മാറ്റി നിർത്തുകയാണ്. ഈ കേസിൽ FW in terms of K ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. FW will be equal to 49,519.7 K ആണ്. സേഫ് ഡിസൈൻ ആവണമെന്നുണ്ടെങ്കിൽ FW എന്ന് പറയുന്ന പോലെ, അതായത് വിയർ സ്ട്രെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ഡൈനാമിക് സ്ട്രെങ്ത് ഓർ ഡൈനാമിക് ലോഡ്. So 49,519.7 K should be greater than 22,739.03. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ K should be greater than 0.459. അപ്പോൾ K greater than 0.459 ആയിരിക്കണം. ആൽഫ പ്രഷർ ആംഗിൾ 14.5 ഡിഗ്രി ആണ്. ടേബിള് 12.16 പേജ് നമ്പർ 239 നിന്ന് ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് K greater than 0.459 ആൽഫ ഈക്വൽ ടു 14.5 ഡിഗ്രി ആയിട്ടുള്ള ഹാർഡ്നെസ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സർഫസ് ഹാർഡ്നെസ് ഫോർ പിനിയൻ നമുക്ക് കിട്ടുന്നത് 250 BHN ഫോർ ഗിയർ 200 BHN ആണ്. അതായത് പിനിയന് 250 BHN ഗിയറിന് 200 BHN അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഡിസൈൻ വിയറിന് സേഫ് ആയിരിക്കും. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പോൾ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് നോർമൽ മോഡ്യൂൾ MN എന്ന് പറയുന്ന 8 mm നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഡിസൈൻ പാരാമീറ്റേഴ്സ് സ്റ്റെപ്പ് 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസൈന് വിയറിന് സേഫ് ആവണമെന്നുണ്ടെങ്കിൽ, വിയർ സ്ട്രെങ്ത്തിന് സേഫ് ആവണമെന്നുണ്ടെങ്കിൽ BHN വാല്യൂസ് അറ്റ്ലീസ്റ്റ് 250 ആയിരിക്കണം. പിനിയന്, ഗിയറിന് മിനിമം 200 ആയിരിക്കണം. So that's all. Thank you.